അല്ല, ആ വിധി വന്നു കഴിഞ്ഞല്ലോ. ഒരു 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 കേസ് വന്നു, ആ കേസിന് കോടതി വിധിച്ചു. ആ വിധി നമ്മളെല്ലാം കണ്ടു. അതിൽ നേരിട്ട് കുറ്റക്കാരായവരെ മുഴുവൻ ശിക്ഷിച്ചു. അത് നമ്മളതിനെ ബഹുമാനിക്കുന്നു. ആ വിധിയെ നമ്മൾ കോടതി നമ്മൾ ബഹുമാനിക്കുന്നു. അതിനപ്പുറത്തൊന്നും അതൊന്നും നമ്മുടെ വിഷയമല്ല. അല്ല, നമുക്കിനിയും നീതി ലഭിച്ചു എന്നിപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ കോടതിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഒരുപാട് തെളിവുകളും സാക്ഷികളും അല്ലെങ്കിൽ രേഖകളൊക്കെ പരിശോധിച്ചിട്ടാണ് കോടതി ഒരു വിധി പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റാണെന്ന് പറയാനായിട്ട് നമ്മളല്ല. എനിക്ക് അറിയാവുന്നത് കോടതിക്ക് അപ്പുറത്ത് എനിക്കൊന്നും അറിയില്ല. അപ്പോൾ കോടതിയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇനി അതിന് എതിരഭിപ്രായമുള്ളവർക്ക് മേൽക്കോടതികളിലേക്ക് പോകാമല്ലോ. അങ്ങനെയാണ്. അതൊക്കെ വേറെ വിഷയങ്ങളല്ലേ. അതൊന്നും നമ്മളിപ്പോൾ പറയേണ്ട കാര്യങ്ങളല്ല. ഇപ്പോൾ ദിലീപ് തെറ്റുകാരനല്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോടതിയുടെ ബോധ്യം, കോടതിയുടെ അറിവാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നൊരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് കോടതിയിൽ വിശ്വാസമുണ്ട്, കോടതിയിലെ ബഹുമാനമുണ്ട്. അപ്പം ഇനി അതിന് മറിച്ച അഭിപ്രായമുള്ള ആൾക്കാർ മറ്റ് നിയമ നടപടികളിലേക്ക് പോട്ടെ എന്നുള്ളതാണ്. മറ്റത് സംഘടനാ പ്രവർത്തനങ്ങൾ, ഞാനിപ്പോൾ സിനിമയുടെ സംഘടനകളിൽ ഞാൻ അങ്ങനെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളല്ല. അതൊക്കെ ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ സംസാര വിഷയമായതുകൊണ്ട് വരുന്നതാണ്. അല്ലാതെ ഇപ്പോൾ ദിലീപ് ഫെഫ്കയിൽ തിരിച്ചു വരുന്നു അല്ലെങ്കിൽ അമ്മയിൽ തിരിച്ചു വരുന്നു എന്നുള്ളതൊന്നും ഇപ്പോൾ പറയേണ്ട വിഷയമല്ല. ദാറ്റ്സ് ഓൾ.